സിനിമാ നടിയായിട്ടുള്ള രാക്ഷി ഖാനയ്ക്ക് സംഭവിച്ച ഒരു പ്രേതാനുഭവം. ഇത് ഈ നടിക്ക് മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രിയിലുള്ള മിക്ക നടന്മാർക്കും നടിമാർക്കും ഈ ഒരു പ്രേതാനുഭവം നടന്നിട്ടുണ്ട്. ഡോർ ഓപ്പൺ ആയതോ വേറൊന്നല്ല, നടന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് സംഭവിക്കുന്നത്, കൂടാതെ അവർ തന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിലും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈദരാബാദ് ആർമിയും ഇന്ത്യൻ ആർമിയും തമ്മിലുണ്ടായ ഒരു യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ ആത്മാക്കളാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. സോ വളരെ ത്രില്ലിംഗ് ആയിട്ടൊരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് അവസാനം നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് താഴെ പറയുക. സ്റ്റാർട്ട് ചെയ്യാം. ഇതെവിടെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫിലിം സിറ്റി, അതായത് ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ വന്നിട്ട് സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു 1000 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഭയങ്കര വലിയൊരു ഫിലിം സിറ്റിയാണ്. സോ നമ്മുടെ ബാഹുബലി, RRR ഇതുപോലത്തെ സിനിമകളൊക്കെ വന്നിട്ട് ആൾമോസ്റ്റ് 3-2 വർഷമൊക്കെ സെറ്റിട്ട് തന്നെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അത്രയ്ക്കും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ഫിലിം സിറ്റിയാണ് ഈ റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. സോ അവിടെയാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. ഈ പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സംസാരത്തിൻ്റെ തുടക്കം ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിരവധി അധികം അതായത് ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഈ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അങ്ങനത്തെ ലൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പം ഈ ലൈറ്റിൻ്റെ ഒക്കെ മുകളിലായിട്ട് തന്നെ ഈ ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ ലൈറ്റിൻ്റെ ഒക്കെ മുകളിലായിട്ട് നല്ല റൂഫിൻ്റെ ഡിസ്റ്റൻസ് അതിനും മുകളിലായിട്ടൊക്കെ ആയിരിക്കും ആൾക്കാരൊക്കെ വന്നിട്ട് അതിന് മുകളിൽ ഇരുന്നായിരിക്കും ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവർ വന്നിട്ട് യാദൃച്ഛികമായി വന്നിട്ട് ആ ഒരു ഫിലിം സിറ്റിയിൽ വന്നിട്ട്, അതായത് റാമോജി ഫിലിം സിറ്റിയിൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് താഴെ വീണ് മരിക്കുന്നുണ്ട്. ചിലവർക്ക് നല്ല അപകടം, നല്ല പരിക്കും സംഭവിക്കുന്നുണ്ട്. ഇത് തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്താണ് അവരോട് തന്നെ ചോദിക്കും, ഈ ലൈറ്റ് വർക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി ഇരിക്കത്തില്ലേ, അവരോട് തന്നെ ഈ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ആരോ വന്നിട്ട് ഞങ്ങളെ തള്ളിയിടുന്ന പോലെ ഒരു ഫീലാണ് തോന്നുന്നത്, താഴെ വീഴുന്നതിന് മുമ്പേ വന്നിട്ട് ആരോ പുറകിൽ നിന്ന് തള്ളുന്ന പോലെ ഒരു ഫീലാണ് തോന്നുന്നത്. ഇത് മാത്രമല്ലാതെ അവിടെ ഈ ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യത്തില്ലേ, ചില സമയങ്ങളാകുമ്പോഴത്തേക്ക് ഈ ലൈറ്റുകളൊക്കെ തന്നെ ബ്ലിങ്ക് ആകാറുണ്ട്. അതായത് ഒരു ലൈറ്റ് മാത്രമല്ല, അവിടെയുള്ള മിക്ക ലൈറ്റുകളും വന്നിട്ട് ഒരേ സമയം ബ്ലിങ്ക് ഇങ്ങനെ മിന്നി കത്താറുണ്ട്, ബ്ലിങ്ക് ആവാറുണ്ട്, ഫ്ലിക്കർ ആകാറുണ്ട്. ഇന്നിങ്ങനെ ആ ലൈറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതാണ് ഇതിൻ്റെ തുടക്കം. ഈ റാമോജി ഫിലിം സിറ്റിയിൽ പ്രേതങ്ങളുടെ ശല്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ തുടക്കം ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ ഈ മൊഴിയാണ്. ഈ വലിയ നടിമാരൊക്കെ വന്നിട്ട് മെയിനായിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരൊക്കെ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ളതിൻ്റെ മെയിൻ റീസൺ, ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് എല്ലാ ടൈപ്പ് ഫെസിലിറ്റീസും ഉണ്ട്. സോ നിങ്ങൾക്ക് വന്നിട്ട് ലക്ഷറി ടൈപ്പുള്ള ഫുഡ് കാര്യങ്ങളായിക്കോട്ടെ, 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ട്, സ്യൂട്ട് റൂം എല്ലാ ടൈപ്പും അവിടെ ഉണ്ട്. സോ ഭയങ്കര ലക്ഷറി ആയിരിക്കും അതിനകത്ത്. സോ ഒരേ സമയം തന്നെ 4-5 സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള വകുപ്പും ഈ ഒരു സ്ഥലത്തുണ്ട്. അത്രയ്ക്ക് ബ്രഹ്മാണ്ഡമാണ് ഈ റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നടന്മാർക്കും വന്നിട്ട് അവർ മെയിനായിട്ട് ഫസ്റ്റ് പ്രിയോറിറ്റി ചൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കും. ഇന്ത്യയിൽ നിലവിൽ ഇതാണ് വലുത്. അതുകൂടാതെ തന്നെ ഈ ഒരു സ്ഥലത്ത് പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നടന്മാരൊക്കെ ഷൂട്ടിന് പോകാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമേജ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് പുറത്തങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു നാണക്കേടായിരിക്കുമല്ലോ. സോ അതുകൊണ്ടൊക്കെ തന്നെ അവർ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവർക്കുള്ളിൽ തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവരധികം വന്നിട്ട് മൈൻഡ് ചെയ്യാതെ ആ ഒരു സ്ഥലത്ത് ഷൂട്ടിന് പോയേ പറ്റൂ. കൂടാതെ ഇന്ത്യയിൽ തന്നെ അത്രയ്ക്കും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് സെറ്റപ്പുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. ആ 5 സ്റ്റാർ ഹോട്ടലുകൾ, അതായത് ഈ ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലുകളിൽ വന്നിട്ട് താമസിക്കുന്ന നടന്മാരും നടിമാരും വന്നിട്ട് ആദ്യം എൻകൗണ്ടർ ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ ലൈറ്റിൻ്റെ കാര്യം, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സിനിമ ഫീൽഡിലുള്ള അതായത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ വന്നിട്ട് അവിടെ ഫസ്റ്റ് കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാത്റൂമിൽ വന്നിട്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലക്ഷറി ഹോട്ടലാണ്. സോ ഓഫ് കോഴ്സ് വന്നിട്ട് അതിൻ്റെ ബാത്റൂമൊക്കെ വന്നിട്ട് ഭയങ്കര വലുതായിരിക്കും. സോ ഭയങ്കര വലിയ മിററും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചുമരിൽ കാണും. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോഗ് ക്രിയേറ്റ് ആകുമല്ലോ, നമ്മൾ ഈ വെള്ളം ഷവറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫോഗ് ക്രിയേറ്റ് ആകും. ബട്ട് ആ മിററിൽ വന്നിട്ട് ഉറുദു ലെറ്റർ വന്നിട്ട് തന്നെത്താനെ എഴുതുന്ന പോലെ, തന്നെത്താൻ അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും എന്നിങ്ങനെ പലരും അവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ആൾക്കാർ വിചാരിച്ചു ഓക്കെ ഉറുദു റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പ്രേതമാണ് അവിടെ ഉള്ളത് എന്നാണ് വിചാരിച്ചത്. ബട്ട്
ഉറുദു മാത്രമല്ല പല റൂമുകളിലും വന്നിട്ട് തെലുങ്ക്, ഹിന്ദി ഉൾപ്പെടെ വന്നിട്ട് പല മിററുകളിലും വന്നിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇത് പല നടന്മാരും വന്നിട്ട് അവിടെ പോയിട്ടുള്ളവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കാര്യം. പിന്നീട് വന്നിട്ട് ഹസ്കി വോയിസിൽ വന്നിട്ട് ചില സൗണ്ടുകളൊക്കെ ആ ഒരു ഫ്ലോറിൽ നിന്ന് കേൾക്കാറുണ്ട്. അതായത് ആ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടെങ്കിൽ ആ ഹോട്ടൽ മുഴുവനും ഈ ഒരു സംഭവം ഉണ്ടെന്നല്ല പറയുന്നത്. പർട്ടിക്കുലർ ഒരു ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോറിലാണ് ഈ സൂട്ട് റൂം എന്നൊക്കെ പറയുന്ന ലക്ഷറി സെറ്റപ്പ് ഉള്ളത്. ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് നടക്കുന്നത്. സോ ഹസ്കി വോയിസൊക്കെ ചില സമയത്ത് കേൾക്കാറുണ്ടെന്നുള്ള സംസാരവും നടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വന്നിട്ട് അവർക്കിടയിൽ അവർ തന്നെ സംസാരിക്കുന്ന ഒരു ചർച്ചാ വിഷയമായിരുന്നു ഈ പറയുന്ന ഗോസ്റ്റ് ആക്ടിവിറ്റീസ് ഈ റാമോജി ഫിലിം സിറ്റിയിൽ. ഇത് ഫസ്റ്റ് ടൈം പുറത്ത് കൊണ്ടുവന്നത്, ഫസ്റ്റ് ടൈം വന്നിട്ട് പബ്ലിക്കിനോട് പറഞ്ഞത് വന്നിട്ട് താപ്സി എന്നാണ് ആ നടിയുടെ പേര് വന്നിട്ട്. സോ ഈ ഒരു നടിയാണ് ഫസ്റ്റ് ടൈം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രേതാനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം വന്നിട്ട് റിവീൽ ചെയ്യുന്നത്. സോ അവർ പറഞ്ഞത് ഈ പറയുന്ന പർട്ടിക്കുലർ ഫ്ലോറിലുള്ള ഒരു സ്യൂട്ട് റൂമിൽ വന്നിട്ട് താമസിക്കുന്ന സമയത്ത് നൈറ്റ് ടൈം കിടക്കുന്ന സമയത്ത് വന്നിട്ട് കാൽപാദത്തിൻ്റെ സൗണ്ട് വന്നിട്ട് എൻ്റെ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ഡോറിൻ്റെ വെളിയിൽ നിന്ന് കേൾക്കുമായിരുന്നു. സൗണ്ട് കേട്ടപ്പോൾ തന്നെ വന്നിട്ട് സംതിങ് അവർ നടക്കുന്ന പോലാണ് ഫീലായത്. അതേ സൗണ്ട് പിന്നെ വന്നിട്ട് ഡോർ ക്ലോസ് ആയിരുന്നിട്ട് പോലും ഡോറ് തുറന്ന് അകത്ത് അവരെ വന്ന് എൻ്റെ ബെഡിൻ്റെ തൊട്ട് മുൻപിലായിട്ട് വന്ന് നിൽക്കുന്ന പോലെ, ബെഡിന് ചുറ്റും നടക്കുന്ന പോലെ എനിക്ക് നന്നായിട്ട് ഫീലായി. ഞാൻ പുതപ്പെടുത്ത് ബെഡ്ഷീറ്റ് എടുത്ത് നന്നായിട്ട് പുതച്ചിട്ടാണ് ഞാൻ പിന്നെ കിടക്കാൻ നോക്കിയത്. ഇത് വന്നിട്ടാണ് ഇതാണ് ഈ പറയുന്ന നടി ഫസ്റ്റായിട്ട് റിവീൽ ചെയ്തത് ഈ ഒരു കാര്യത്തെപ്പറ്റി. രണ്ടാമതാണ് ഈ പറയുന്ന രാഷിഖാന എന്ന് പറയുന്ന നടി ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. സോ രാഷിഖാനെ വന്നിട്ട് ഇതേ ഫ്ലോറിലുള്ള ഒരു റൂമിൽ വന്നിട്ട് നൈറ്റ് ടൈം സ്റ്റേ ചെയ്യുന്ന സമയത്ത് താൻ കിടക്കുന്ന ബെഡിൽ, ഞാൻ കിടന്നുകൊണ്ടിരുന്ന ബെഡ് തന്നെ നൈറ്റ് ടൈം വന്നിട്ട് നന്നായിട്ട് ഷേക്കായതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ ഇങ്ങനെ ദേഹത്ത് വിരിച്ച് കിടന്നുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റ് താഴേന്ന് ആരോ വലിച്ചിങ്ങനെ മാറ്റുന്ന പോലെ എനിക്ക് സംഭവിച്ചു. അതെനിക്ക് ഇപ്പോഴും മറക്കാനാവത്തില്ല. ആ ഒരു സംഭവം വന്നിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് പറയാം, അവിടെ എന്തോ ഹെവി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട് എന്ന് ഈ ഒരു നടി വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. And there was definitely a presence there. Because in the night, sir, we would feel like somebody's, either the bed is shaking or one day my, what you're wearing on top, what do you call it? A blanket. That was, and I'm not kidding, because I spoke to some other actors who shot in the same hotel and they all had stories. പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് സുന്ദർ സി എന്ന് പറയുന്ന ഒരു തമിഴ് ഡയറക്ടറാണ്. അരൺമണി ആ സീരീസൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്ത, ആ പടമൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ഡയറക്ടറാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇദ്ദേഹം പറഞ്ഞത് അതേ ശരിയാണ്. ഗൂഗിളിൽ പോയിട്ട് നമ്പർ 100 പ്ലേസ് ഇൻ ഇന്ത്യ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റാമോജി ഫിലിം സിറ്റി വന്നിട്ട് ആ ലിസ്റ്റിൽ വന്നിട്ട് വരും, പേര് കാണിക്കും. നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ ഇവരൊക്കെ തന്നെ വന്നിട്ട് ഈ ഒരു സ്യൂട്ട് റൂം, അതായത് ഈ ഒരു ഫ്ലോറിലുള്ള റൂം വന്നിട്ട് വേണം എന്ന് നിർബന്ധിച്ച് മേടിക്കും. ബട്ട് കാരണം അത് ലക്ഷറി ആയതുകൊണ്ട്, ആ റൂമും കാര്യങ്ങളൊക്കെ ലക്ഷറി ആയതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് മേടിക്കും. പക്ഷേ ഒരു പോയി കഴിഞ്ഞ് ഒരു അൺടൈമൊക്കെ ആകുമ്പോൾ തന്നെ കോള് വരും, അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് വന്നിട്ട് ഇറങ്ങി അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാറുണ്ട്. ഇത് റെഗുലറായിട്ട് ആ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് ആ ഒരു സ്ഥലത്ത് ഷൂട്ടിന് പോകുമ്പോൾ എന്ന് ഈ ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു ഹിന്ദി ആക്ടറാണ്. അദ്ദേഹം പറഞ്ഞത് രാത്രിയിൽ വന്നിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് ഒരു കോർണറിലായിട്ട് എൻ്റെ സ്യൂട്ട് കേസ് വന്നിട്ട്, തുണിയൊക്കെ ഉള്ള സ്യൂട്ട് കേസ് വന്നിട്ട് ഒരു കോർണറിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ സ്യൂട്ട് കേസ് വന്നിട്ട് താഴെ മറിഞ്ഞ് കിടക്കും, തുണികളെല്ലാം പുറത്തായിരിക്കും. പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്യൂട്ട് കേസ് വന്നിട്ട് ഒരല്പം പോലും തുറന്നിട്ടില്ല, അത് പൊട്ടിയിട്ടില്ല, ആ സിബും തുറന്നിട്ടില്ല. ബട്ട് അകത്ത് കിടക്കുന്ന തുണികളെല്ലാം തന്നെ പുറത്ത് കിടക്കും എന്ന് ആ ഒരു ഹിന്ദി നടനും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി. പിന്നെ കോമൺ ആയിട്ട് അവിടെ ഷൂട്ടിനൊക്കെ പോയിട്ടുള്ളവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിടത്തൊരു ഫുഡ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിടത്ത് ഫുഡ് വെച്ചിട്ട് എന്തോ ഒരു ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തിരിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ഥലത്ത് ആ ഫുഡ് കാണത്തില്ല. രണ്ടാമത് ആ സ്ഥലത്തുള്ള നടിമാരുടെ ഡ്രസ്സുകളാണ് കൂടുതലും വന്നിട്ട് കീറിക്കിടക്കുന്നത് ആ ഒരു സ്ഥലത്ത്. സോ ഇതാണ് റാമോജി ഫിലിം സിറ്റിയിൽ ഷൂട്ടിന് പോയിട്ടുള്ളവർക്ക് അവിടെ നടന്നിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി ഹിസ്റ്ററി, ഇതെന്താണ് കാരണം, ഇത് സംഭവിക്കാനുള്ള കാരണമുണ്ടല്ലോ. സോ അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി നോക്കണം. 100 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സ്ഥലത്ത് ഹൈദരാബാദും ഇന്ത്യൻ ആർമിയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നു ഹൈദരാബാദ് ഇന്ത്യയുടെ അല്ലയോ, അപ്പോൾ പിന്നെ അവർ തമ്മിൽ അങ്ങനെ യുദ്ധം ഉണ്ടായത്? അത് ഹൈദരാബാദിനൊരു ആർമിയോ?
അങ്ങനെയൊക്കെ ചോദ്യം വരും. ആക്ച്വലി വന്നിട്ട് അത് വേറൊരു ഹിസ്റ്ററിക്കൽ ഒരു സംഭവമാണ്. അതിലോട്ട് നമ്മളിപ്പോൾ പോകണ്ട, നമ്മുടെ ടോപ്പിക്ക് വേറെയാണ്. അന്ന് ഹൈദരാബാദിനെ സപ്പോർട്ട് ചെയ്തത്, ഇന്ത്യക്കെതിരെ നിന്ന് ഹൈദരാബാദിനെ സപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനിലുള്ള ഒരു വലിയൊരു നേതാവായിരുന്നു. സോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹിസ്റ്ററിക്കലായിട്ട് എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ മേ ബി കുറച്ച് പേർക്ക് അറിയാതിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ബട്ട് ഹിസ്റ്ററി അത് വേറെ സംഭവമാണ്, അതിലോട്ട് നമ്മൾ പോകണ്ട. അന്ന് ആ യുദ്ധത്തിൽ വന്നിട്ട് 2 ലക്ഷം പേര് ഏകദേശം മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി, ഈ യുദ്ധം നടന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് റാമോജി എന്ന് പറയുന്ന ഒരു ആൾ വരുന്നതും റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നതും ഈ യുദ്ധം നടന്ന ആ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ യുദ്ധത്തിൽ മരിച്ചുപോയ ആ ആൾക്കാരുടെ ആത്മാക്കളാണ് ഇപ്പോഴും വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ പ്രേതം എന്ന് പറയാനുള്ള കാരണം ഇവരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഡൗട്ട് വന്നുമായിരിക്കും, ചുമ്മാ അവരെ വന്നിട്ട് ആരെങ്കിലും ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും ഇതൊന്നും തോന്നും. പക്ഷേ നമ്മൾ ചിന്തിക്കുക, ഇപ്പം ഞാൻ പോയിട്ട് റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്ന പോലെ അല്ല. വലിയ വലിയ നടന്മാരും നടിമാരൊക്കെ വന്നിട്ട് അത്രയും കോടികൾ മുടക്കി ആ ഒരു സ്ഥലത്ത് വന്നിട്ട് പോകാനുള്ള മെയിൻ റീസണേ അത് വന്നിട്ട് സേഫാണ്. ആ സ്ഥലം അത്രയും പ്രൈവസി ആയിട്ടുള്ള സ്ഥലമാണ്, സേഫായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണത്. അവിടെ വന്നിട്ടൊന്നും പോയി അങ്ങനെ ആൾക്കാരൊന്നും ഒരു മൂന്നാമതായിട്ടുള്ള ഒരാൾ വന്നിട്ട് കയറിയൊന്നും അകത്തും ചെല്ലാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണത്. അവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാരണം കാണും എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ആകുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ബൈ.